വേറെ ആർക്കെങ്കിലും ഗാഥ മാഡത്തെ അനുസരിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ പോലും തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഇത്രയും ദയനീയമായ ഒരവസ്ഥ വേറെ ആരും അനുഭവിക്കുന്നുണ്ടാവില്ല. ഞാൻ തടവി തരാം കേട്ടോ. എന്താ നോക്കി മുത്തശ്ശിയുടെ കാലേ നന്നായിട്ട് ഒഴിഞ്ഞു കൊടുക്ക്. ഓരോ തെറ്റിനും അതിൻ്റെതായ പ്രായശ്ചിത്തം ഉണ്ടല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ പ്രായശ്ചിത്തം ചെയ്യിക്കൊന്നുമല്ല, മോള് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ. അമ്മേ, നമ്മളിപ്പോ പുറത്തായാലോ? ഇവർ രണ്ടുപേരും നല്ല കമ്പനി ആയില്ലേ? അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ മോന്റെ അടുത്തേക്ക് ഓടി വന്നത്. ഇനിയിപ്പൊ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാ? അല്ലേ മുത്തശ്ശി? ദേ, ഇതിനപ്പുറം വിശ്വാസം വന്നില്ലെങ്കിൽ ഞാനും എന്റെ മോളും തോറ്റു ചൊല്ലിട്ടു. ഇത് മതി മുത്തശ്ശി. ഇതിനേക്കാൾ സന്തോഷമുള്ള വേറെ ഒരു കാര്യമില്ല. അപകടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടിയത്. ബാക്കി നീ പറയണ്ട. നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് നിന്നെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആ പഴയ ഗാഥയാ. അതെ മുത്തശ്ശി. അത് ഞാനും അംഗീകരിച്ചു. സുമിത്രേ, ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ദേ ഇവിടെ തീർന്നു. എന്റെ ദൈവമേ, ഇതിന് ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയേണ്ടത്? സിനി, ഗാഥമോള് കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ ഒരു കാര്യവും ഇനി അവളുടെ മുന്നിൽ പറയാൻ പാടില്ല. ഇപ്പോൾ അവള് റെയിൽവേ ട്രാക്കിൽ കയറി നടന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വേണമെങ്കിൽ നാളെ എന്ത് ചെയ്തും ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവള് തീരുമാനിക്കില്ലേ? എനിക്ക് പേടിയുണ്ട്. ഒരു ആത്മഹത്യ ചിന്താഗതി ഗാഥാ മാഡത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല മാം. കൃഷ്ണ നവീനോടൊപ്പം കളരിക്കിലേക്ക് തിരിച്ചു പോയത് ഗാഥമോൾ അറിയണ്ട. കൃഷ്ണ ഹോസ്പിറ്റലിൽ തന്നെയാണെന്ന് അവള് കരുതിക്കോട്ടെ. അല്ലെങ്കിലും ഗാഥമോളെ ഇനി കളരിക്കിലേക്ക് അയക്കാൻ പറ്റില്ല സിനി. അങ്ങനെ ഉണ്ടാവില്ലെന്ന് തങ്കത്തിന് ഞാൻ വാക്കു കൊടുത്തു. അപ്പോ എന്നേക്കും ഇങ്ങനെ തന്നെയാണോ തീരുമാനം? എനിക്കറിയില്ല സിനി. പെട്ടുപോയിരിക്കുന്നത് വല്ലാത്തൊരു കുരുക്കില്ല. ഇതിന്റെ അവസാനം എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. എപ്പോഴാണെങ്കിലും കൃഷ്ണ കളരിക്കലുള്ള കാര്യം ഗാഥ അറിഞ്ഞ അവൾ ആദ്യം വിളിക്കുന്നതും തള്ളിപ്പറയാൻ പോകുന്നത് എന്നെയായിരിക്കും. ഗാഥാ മാഡത്തിന്റെ മനസ്സിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ മാമിന് മാത്രമേ സാധിക്കൂ. അത് ഉറപ്പാ. വേറെ ആർക്കെങ്കിലും ഗാഥാ മാഡത്തെ അനുസരിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ പോലും തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഇത്രയും ദയനീയമായ ഒരവസ്ഥ വേറെ ആരും അനുഭവിക്കുന്നുണ്ടാവില്ല. അളവില്ലാതെ മക്കളെ സ്നേഹിച്ചതിന്റെ പേരിൽ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരൂ?
എല്ലാ നേരം മരുന്ന് കഴിക്കുമല്ലേ, അതിൻ്റെയാണ്. നന്നായിട്ട് ഉറങ്ങിക്കോ. മുറിവ് പെട്ടെന്ന് ഉണങ്ങും. താൻ നല്ല സമാധാനമായിട്ട് ഉറങ്ങണം കേട്ടോ. എന്തെങ്കിലും പേടി മനസ്സിൽ വരികയാണെങ്കിൽ എന്താ ആലോചിക്കണ്ടെന്നറിയോ? ദൈവത്തിനെ കുറിച്ചാണോ? ദൈവത്തിനെ കുറിച്ചുള്ള ചിന്ത തൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അതല്ല, തൊട്ടപ്പുറത്ത് തനിക്ക് കാവലായിട്ടൊരാളുണ്ട്. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ. ഈ ഞാൻ മനസ്സിൽ പരിഭ്രമം വരുമ്പോൾ അതങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉറക്കം അങ്ങ് പോവും. സുഖമായിട്ട് കിടന്നു.